നമസ്കാരം. ടെസ്ല ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്മേഴ്സിബിൾ മോട്ടറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വയറുകൾ ഉണ്ടല്ലോ, റെഡ് അല്ല ബ്ലൂ, ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മോട്ടറിന്റെ ഉള്ളിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡിൽ എങ്ങനെയാണ് സബ്മേഴ്സിബിൾ മോട്ടറിന്റെ കണക്ഷൻ കൊടുക്കുന്നത്, എന്തിനാണ് 3 വയർ ഇട്ടിട്ട് നമ്മൾ കോമൺ വയർ എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അധികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കണക്ഷനെ കുറിച്ചൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മോട്ടോർ വൈൻഡിങ്ങിലെ ഒരു പ്രധാന ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ വരുന്ന ഇൻസൈഡ് കണക്ഷൻ. ഇവിടെ നമ്മൾ വൈൻഡിങ്ങിന്റെ ഫിനിഷിംഗ് വർക്കും ഏറ്റവും ശ്രദ്ധ വേണ്ടതായിട്ട് സ്ഥലമാണ്. അപ്പം ഹൈ സ്പീഡ് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ മോട്ടറിന്റെ വൈൻഡിങ് 2 പോർഷനാണ് വരുന്നത്. ഈ ഔട്ടർ സൈഡിൽ ഈ വരുന്ന 2 പോർഷൻ റണ്ണിങ് വൈൻഡിങ്ങും ഈ റോട്ടർ ഹോളിനോട് ചേർന്ന് വരുന്ന ഈ ഒരു പോർഷൻ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങുമാണ്. അപ്പം നമ്മൾ 2 ലീഡ് വരുന്നതിന് ഫസ്റ്റ് ടൈം ഒരു സ്റ്റാർട്ടിംഗ് ലീഡും ഒരു ഫിനിഷിംഗ് ലീഡും, ഇവിടെ സ്റ്റാർട്ടിംഗ് ലീഡ് ഒരു ഫിനിഷിംഗ് ലീഡും, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനും ഒരു സ്റ്റാർട്ടിംഗ് ലീഡും ഒരു ഫിനിഷിംഗ് ലീഡും, സ്റ്റാർട്ടിംഗ് ലീഡും ഫിനിഷിംഗ് ലീഡും, അങ്ങനെ മൊത്തത്തിൽ 8 പേരാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ വരുന്ന റണ്ണിങ് വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ട് ലീഡാണിത്. അത് ഈ കോയിലിന്റെ സ്റ്റാർട്ട് ലീഡാണിത്. ഈ കോയിലിന്റെ സ്റ്റാർട്ട് ലീഡ്, ആ കോയിലിന്റെ തന്നെ ഫിനിഷിംഗ് ലീഡാണ് ഈ ഉള്ളി കാണുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് ലീഡ്, ഇത് ഫിനിഷിംഗ് ലീഡ്. ഓപ്പോസിറ്റ് സൈഡിലും ഇത് സ്റ്റാർട്ട് ലീഡ്, ഇത് ഫിനിഷിംഗ് ലീഡ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിനിഷിംഗ് ലീഡ് ഉണ്ടല്ലോ, ഈ ലീഡും ഫിനിഷിങ്ങാണ്. ഇത് രണ്ടെണ്ണം സ്റ്റാർട്ടിങ്. ഈ ഫിനിഷിംഗ് ലീഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. ഈ ഫിനിഷിംഗ് ലീഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. അപ്പം ഈ ഫിനിഷിംഗ് ലീഡ് തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ടാങ്കിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞ പോർഷനാണ്. ഈ കോപ്പറിൻ്റെ ഈ PVC ഇൻസുലേഷൻ കളഞ്ഞ പോർഷനാണ്. അപ്പം നമുക്കിവിടെ വാട്ടർ പ്രൂഫ് ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ഷോർട്ടായിട്ട് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒരു ലെയർ അങ്ങ് വെറുതെ ഒരു ലെയർ അങ്ങ് ചുറ്റുക. എന്നിട്ട് ഇത് വാട്ടർ ഇൻസുലേഷൻ ടേപ്പാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഈ ഇൻസുലേഷൻ അതിൻ്റെ മേളിലേക്ക് ജസ്റ്റ് ഒരു റൗണ്ട് ഇച്ചിരി മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു റൗണ്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുറച്ചുകൂടെ മാറ്റി അടിക്കണം. ആ ജോയിൻറ്റിൽ നിന്ന് കുറച്ചുകൂടെ പോയിന്റിലേക്ക് മാറ്റി അടിക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് അതൊന്ന് അറ്റാച്ച് ആവാനായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഒരു റൗണ്ടും കൂടെ അതിനകത്തേക്ക് ചുറ്റി കൊടുക്കുക. കൃത്യമായിട്ട് അതിനകത്തേക്കൂടെ ചുറ്റി വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്കൂടെ ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു കണക്ഷൻ്റെ ഇത് നമ്മൾ ടേപ്പ് അടിച്ച് ഫിനിഷ് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കപ്പം ഈ കോയിലിൻ്റെ സ്റ്റാർട്ട് ലീഡ് കിട്ടിയിട്ടുണ്ട്, അപ്പുറത്തെ കോയിലിൻ്റെ സ്റ്റാർട്ട് ലീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ ലീഡുകൾ എടുക്കണം. ഈ രണ്ടും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വയ്ക്കുക. വെച്ചിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യത്തെ പോലെ തന്നെ ഇത് സ്റ്റാർട്ട് ലീഡ്, ഇത് ഫിനിഷ് ലീഡ്. ഈ ഉള്ളിൽ വരുന്ന സ്റ്റാർട്ട് ലീഡ്, ഇത് ഫിനിഷ് ലീഡ്. അപ്പോൾ നമ്മൾ ഈ ഫിനിഷിംഗ് ലീഡുകൾ തമ്മിൽ അങ്ങ് ജോയിൻറ്റ് ചെയ്യുക. കണ്ടോ, ഈ ഫിനിഷിംഗ് ലീഡുകൾ തമ്മിൽ ആദ്യത്തെ പോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പ്ലെയറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ സോൾഡർ ചെയ്ത് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ സോൾഡറിങ് ആൻഡ് ഹീറ്റ് ഓട്ടോമാറ്റിക്കലി PVC പെട്ടെന്ന് മെൽറ്റാവും. അങ്ങനെ മെൽറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വൈൻഡിങ്ങിൻ്റെ അകത്ത് എവിടെയെങ്കിലും മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. ഓൾറെഡി നമ്മളത് വൈൻഡ് ചെയ്ത ശേഷം അത് കവർ ചെയ്ത് വാട്ടർ ഫില്ല് ചെയ്ത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഷോർട്ടിങ്ങൊക്കെ പ്രശ്നം. അപ്പോൾ ഒരു കാരണവശാലും ആരും തന്നെ കമ്പനി വിടുന്ന ഫ്രഷ് വൈൻഡിങ്ങിന് പോലും ഒരിക്കലും അവർ സോൾഡർ ചെയ്യാറ്. ജസ്റ്റ് ടേപ്പിൽ ഒരു റൗണ്ട് അങ്ങ് ജസ്റ്റ് ഒന്ന് ചുറ്റിയാൽ മതി. അത് തന്നെ ഡയറക്റ്റ് ഈ വാട്ടർ പ്രൂഫ് ടേപ്പ് അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കാർബണിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ പോർഷനിൽ ഇരുന്നിട്ട് അത് കംപ്ലൈൻ്റ് ആവും. കാർബണും വെള്ളവും കൂടെ ഏതെങ്കിലും കാരണവശാൽ ഡ്രോപ്പ് ചെയ്ത് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഫയർ ആവും.
അപ്പോൾ അതിന് മുകളിലേക്ക് ജസ്റ്റ് വാട്ടർ ടേപ്പ് അടിക്കുക. വാട്ടർ ടേപ്പ് അടിച്ചിട്ട് അത് ഫിനിഷ് ചെയ്തു. അതിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ റണ്ണിങ് കോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും അത് സാധാരണ ഇൻസുലേഷൻ ടേപ്പ് അതിൻ്റെ മുകളിൽ കൂടെ ഒരു റൗണ്ട് ചുറ്റുക. ഉണ്ടോ? ഓക്കെ, ഇത് തീർന്നു. അങ്ങനെ ഫിനിഷിംഗ് ലീഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യും. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ 2 ലീഡ് നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ 2 ലീഡും പുറത്തേക്കുണ്ട്. അത് ഏകദേശം ഓപ്പോസിറ്റ് ആയിരിക്കും ആ കണക്ഷൻ ആ ലീഡ് വരുന്നത്. റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ കോയിലിൻ്റെയും സ്റ്റാർട്ടിങ് വൈൻഡിൻ്റെ കോയിലും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ മോട്ടറിൻ്റെ കണക്ഷൻ, അതായത് ഔട്ട്പുട്ട് പോകുന്നത് മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ്. അതായത് ഇമ്പലർ ഇരിക്കുന്ന ഏറ്റവും പുറകു സൈഡിൽ കൂടെയാണ് ഈ കണക്ഷൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ മോട്ടർ കറങ്ങേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ മോട്ടർ കറങ്ങണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ വലത്ത് സൈഡിലേക്ക് ആക്കുമ്പോൾ ഒരു ചെറിയ ടെക്നിക്കാണത്. ഈ ഏതെങ്കിലും ഒരു ലീഡ് പിടിക്കുക, അതായത് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ലീഡ് പിടിക്കുക. ഈ ലീഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്തിട്ട് കോമൺ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ക്ലോക്ക് വൈസ് കറങ്ങണമെങ്കിൽ ഒറ്റ ടിപ്പ് ഒരു കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ ഏറ്റവും അടുത്ത റൈറ്റ് സൈഡിലെ ഏത് സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ലീഡാണോ വരുന്നത് അതായിരിക്കും കോമൺ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇത് റണ്ണിങ് കോയിലിൻ്റെ ഒരു ലീഡ് എടുത്തു. ഈ ലീഡ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടുത്ത റൈറ്റ് സൈഡിൽ ഏത് സ്റ്റാർട്ടിംഗ് ലീഡാണോ വരുന്നത് ആ ലീഡ് കോമൺ ആക്കുക. മനസ്സിലായോ? ഇത് കോമൺ ആക്കുക. ഇത് അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ആക്കേണ്ട, നമുക്ക് ഇത് തന്നെ എടുക്കാം, ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യാം. ഇത് റണ്ണിങ് കോയിലിൻ്റെ ഒരു ലീഡ് എടുത്തു, അതിൻ്റെ ഏറ്റവും അടുത്ത് കാണുന്ന റൈറ്റ് സൈഡിലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ ഈ കാണുന്ന ലീഡ് എടുത്ത് കോമൺ ആയി. അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ചെയ്യാം. ഉണ്ടോ? ഇൻസുലേഷൻ കളഞ്ഞുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ വയർ. അപ്പം നമുക്കിത് മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് ഒരു ചെറിയ ടിപ്പ്, ചെറുതായിട്ടൊന്ന് തേപ്പ് അടിച്ചിടാം. അപ്പോൾ ഈ വയറായിരിക്കും, അതായത് സിമ്പിളായിട്ട് നോക്കിക്കോ. ഇത് ഒരു ലീഡ് അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന റൈറ്റ് സൈഡിലേക്ക് തിരിയുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന സ്റ്റാർട്ടിങ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരികയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്റ്റാർട്ടിങ്. അപ്പം സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ആ ലീഡ്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയി. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള പോർഷൻ നമുക്ക് വയറിൽ വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂ വയറാണ് നമുക്ക് വയറിൽ വരുന്നത്. വയറിൽ വരുമ്പോൾ നമുക്ക് ബ്ലൂ കളറിലുള്ള ഈ വയറാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ജസ്റ്റ് നമുക്ക് പിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് നമ്മളത് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പ്ലെയറും കൊണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ സോൾഡർ ചെയ്യാത്തതുകൊണ്ട് ലൂസ് കോണ്ടാക്റ്റ് വരരുത്. ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ അതിൻ്റെ ഉള്ളിൽ ഫയറാവും. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടി. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു ലെയർ അങ്ങ് ചുറ്റുക. ലെയർ അങ്ങ് ചുറ്റി വീണ്ടും വാട്ടർ പ്രൂഫ് ചെയ്യുക. കുറച്ച് മാറ്റി, നമ്മൾ ആ ജോയിൻറ്റിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ടേപ്പ് ഒട്ടിക്കണേ. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇതിൻ്റെ വെള്ളം കയറി കഴിഞ്ഞാൽ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണി പാളും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ച് കണക്ഷൻ ചെയ്യേണ്ട ഒരു മോട്ടറാണ് സബ്മേഴ്സിബിൾ മോട്ടർ. ഇത് കുറച്ചും കൂടെ ഈ ഓപ്പൺ വെൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ മോട്ടർ തന്നെ എടുത്തത്. എന്നിട്ട് അതിന് മുകളിലേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ടേപ്പ് ഒട്ടിക്കണം. ടൈറ്റ് ചെയ്ത് ടേപ്പ് ഒട്ടിക്കണേ. ടൈറ്റ് ചെയ്ത് ടേപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ വെള്ളം കയറും. ഞാൻ ഈ വെള്ളം കയറും എപ്പോഴും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ രണ്ടാമതൊക്കെ അയച്ച് ചെയ്യുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടല്ല. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് ഒരു 2 ലീഡ് വരുന്നുണ്ട്. ഈ ഉള്ളിൽ വരുന്നത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ ലീഡ്,
അതിൻ്റെ പുറമെ വരുന്നത് റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ലീഡ്. അപ്പം ഈ മഞ്ഞ വയറാണ് എപ്പോഴും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനായിട്ട് കളർ കോഡ് ചെയ്തേക്കുന്നത്, ഈ മഞ്ഞ വയർ. അപ്പോൾ മഞ്ഞ വയർ നമ്മൾ അതിനകത്തേക്ക് ജസ്റ്റ് ബെൻഡ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ച് കട്ട് ചെയ്തെടുക്കണേ. അത് എൻഡ് വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ. ഓക്കെ. അപ്പോൾ യെല്ലോ വയർ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് വരുന്നതുകൊണ്ട് അത് നമ്മൾ ജസ്റ്റ് ബെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ് ഒട്ടിച്ചിട്ട് വാട്ടർ പ്രൂഫ് വീണ്ടും ചെയ്യുക. ഈ വാട്ടർ പ്രൂഫ് ടേപ്പ് നന്നായിട്ട് വലിച്ചു ഒട്ടിക്കണേ. ലൂസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ലീക്ക് വരും. അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് നന്നായിട്ട് കുറച്ച് മാറ്റി ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ ബോറടിക്കണമെന്ന് അറിയാം. പക്ഷേ ഞാനതങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് മോട്ടർ എല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഷോട്ടിങ് കാണിച്ച് വീണ്ടും നമ്മൾ അഴിക്കേണ്ട വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി. ഈ വെള്ളം ഒഴിച്ച് ഈ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അപ്പം നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് അഴിക്കേണ്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ യെല്ലോ വയർ സ്റ്റാർട്ടിങ്ങിന് പോയി. ഇനി റെഡ് വയർ മാത്രമേ ഉള്ളൂ. റെഡ് വയർ മാത്രം. ഇനി റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ ഈ ഒരു ലീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണ ഒരെണ്ണം ബാക്കിയുണ്ട് റെഡാണ് അതിൻ്റെ കളർ കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ റെഡിലേക്ക് ആ വയർ നന്നായിട്ട് ബെൻഡ് ചെയ്തു. ഇത് 1.5-ൻ്റെ 2 HP മോട്ടർ ആയതുകൊണ്ട് 1.5-ൻ്റെ ഇതായതുകൊണ്ടാണ് 1.5 ഇതായതുകൊണ്ടാണ്. അല്ല 1.5 അല്ല 1.2-ൻ്റെ വയറായതുകൊണ്ട് ഇത്ര ടെമ്പർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കട്ട് ചെയ്താൽ നല്ലതായിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും. അങ്ങോട്ട് തന്നെ ജസ്റ്റ് ബെൻഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ പറയുമ്പം ബോറടിക്കുമെന്ന് അറിയാം, പക്ഷേ അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ചു. ടേപ്പ് എടുക്കുക. സാധാരണ മോണോബ്ലോക്ക് മോട്ടർ ചെയ്യണേക്കാളും നമുക്ക് സിമ്പിളായിട്ട് ഈ ഓപ്പൺ വെല്ലോ സബ്മേഴ്സിബിൾ മോട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കണം. മറ്റേതിൽ ഇൻസുലേഷൻ എവിടെയെങ്കിലും ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് വാർണിഷ് ഒഴിച്ച് കഴിയുമ്പം അത് കുറേയൊക്കെ നമുക്ക് ഇൻസുലേഷൻ ആടായി വരും. പക്ഷേ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഔട്ടറിലൊക്കെ ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഈ കോർണറിൽ വന്നിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് ഒട്ടിച്ച്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മില്ലക്സിൻ്റെ പേപ്പർ, സാധാ പേപ്പറൊക്കെ നമ്മൾ ഇറക്കി ഇതിൻ്റെ പോകാണ്ടിരിക്കാനായിട്ട് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കോർണറിൽ ഇങ്ങനെ ടച്ചായി കഴിയുമ്പോൾ ഈ സാധനം ഇതിൽ ഇൻസുലേഷൻ കംപ്ലൈൻ്റ് ആവും. അത് നമ്മളറിയില്ല, ചിലപ്പോൾ അറിയില്ല. അതെല്ലാം കൊടുത്ത് അവസാനം നമ്മൾ മെഗറിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ലീക്ക് കാണിക്കണേ. ലീക്ക് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാണ് കണ്ടുപിടിക്കലൊക്കെ വലിയ പാടുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലൂ വയറിൽ കോമൺ വന്നു, സ്റ്റാർട്ടിങ് ലീഡും റണ്ണിങ് ലീഡും. അതിപ്പോൾ ഈ കോമൺ വന്ന് ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡ്, ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ വരുന്ന വയർ സ്റ്റാർട്ടിങ് ലീഡിൻ്റെ വയർ യെല്ലോയിൽ കൊടുത്തു, റെഡ് വയർ റണ്ണിങ് വയർ. പിന്നെ ഇത് മൂന്നും കൂടെ കൂടി, ഈ 3 കണക്ഷനോടും കൂടി നമുക്ക് ടേപ്പ് അടിക്കാം. ടേപ്പ് അടിച്ച് ഒരു റൗണ്ട് അങ്ങ് പോവുക. അതായത് നമുക്ക് ഈ ജോയിൻറ്റ് തുടങ്ങണേൻ്റെ ഉടം വരെ നമുക്ക് ടേപ്പ് അടിച്ച് വിടാം. ഓക്കെ. എന്നിട്ട് നമ്മളൊരു പരിപാടിയിലുണ്ട്. ഈ ടേപ്പ് അടിച്ചതിൻ്റെ മേളിൽ കൂടെ ഒരു ലെയർ ജസ്റ്റ്
വാട്ടർ പ്രൂഫ് ഒന്ന് അടിച്ചുവിടും. ഒറ്റ ലെയർ പോയാൽ മതിയേ. ഒരു ലെയർ വാട്ടർ പ്രൂഫ് ചെയ്യുക. ആദ്യത്തെ വാട്ടർ പ്രൂഫിൽ തന്നെ വെള്ളം ഇറങ്ങാൻ ഒരു സാധ്യതയില്ല. പക്ഷെ നമ്മൾ ആ വയറിങ്ങനെ വൃത്തിയായിട്ട് കിടന്നോളും. പിന്നെ ഒരു സമാധാനത്തിന് നമ്മളൊന്നുകൂടെ വാട്ടർ പ്രൂഫ് അടിക്കുന്നതാണ്. അപ്പം ജോയിൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ശകലോടെ മാറ്റിയടിക്കണം. അപ്പം ഇതിനൊരു ഗം ഫീൽ ഉണ്ടാവുക ഈ സാധനത്തിന്. അപ്പോൾ അത് തന്നെ അതിനകത്തേക്ക് ഒട്ടിക്കോളും. ഓക്കെ, എന്നിട്ട് ഒരു ലെയർ ടേപ്പ് കൂടെ അടിക്കുക. ഈ വാട്ടർ പ്രൂഫിൻ്റെ ഈ വാട്ടർ പ്രൂഫ് ടേപ്പ് ഒരു കാരണവശാലും നമ്മൾ വെള്ളമായിട്ട് ടച്ച് ആവാത്ത രീതിയിൽ, അത് ഒരു പോയിന്റ് പോലും വെള്ളത്തിലാവരുത്. ഇതിനകത്തൊരു കാർബൺ കണ്ടൻറ്റ് വരുന്നുണ്ട്. അപ്പം കാർബണും വെള്ളത്തോടെയും പോയിന്റ് എവിടെയെങ്കിലും പണി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഫുള്ള് ടേപ്പം ഒട്ടിക്കാം. നന്നായിട്ട് വലിച്ചങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് അതിനകത്ത് ഇരുന്നോളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ വരുന്ന സബ്മേഴ്സിബിൾ മോട്ടറുകളെല്ലാം, പണ്ടല്ല, ഇപ്പം ഇന്ത്യയിൽ വരുന്ന സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ എല്ലാം കളർ കോഡ് റെഡ്, യെല്ലോ, ബ്ലൂ 3 കളർ, ആ കളർ കോഡിലാണ്, ആ ഒരു പാറ്റേണിലാണ് മോട്ടറുകൾ ഇറക്കുന്നത്. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പല കളറുകളിലും വൈറ്റ് കളറിലൊക്കെ കോമൺ ചെയ്തൊക്കെ വരുന്ന മോട്ടറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബേസിക്കലി റൂളാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ എല്ലാ മോട്ടറുകളിലും ആ ഒരു കളർ പാറ്റേൺ ആണ് എല്ലാ കമ്പനികളും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആളുകൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള ടോപ്പിക്കൊക്കെ ആയിട്ട് വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.